ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മലയാളം PYQs ആണ്. ഇത് LDC അതുപോലെ LPUP LGS എക്സാമുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗത്തിൻ്റെ പേരെന്ത്? വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ സന്ധി, ഓപ്ഷൻ ബി കാരകം, ഓപ്ഷൻ സി സമാസം, ഓപ്ഷൻ ഡി ഭേദകം. അപ്പോൾ വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗത്തിൻ്റെ പേരാണ് സമാസം. അടുത്ത ക്വസ്റ്റ്യൻ, കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയ. കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയ. ഓപ്ഷൻ എ അകർമ്മക ക്രിയ, ഓപ്ഷൻ ബി വിശിഷ്ട ക്രിയ, ഓപ്ഷൻ സി കേവലക്രിയ, ഓപ്ഷൻ ഡി പ്രയോജക ക്രിയ. അപ്പോൾ കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയയാണ് ഓപ്ഷൻ ബി വിശിഷ്ട ക്രിയ. ഓപ്ഷൻ ബി വിശിഷ്ട ക്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃത്തിന് ഉദാഹരണം. കൃത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ മിതത്വം, ഓപ്ഷൻ ബി വൈയാകരണൻ, ഓപ്ഷൻ സി സന്ദർശനം, ഓപ്ഷൻ ഡി കീർത്തിമാൻ. ഇതിൽ കൃത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് ഓപ്ഷൻ സി സന്ദർശനം. സന്ദർശനം. അടുത്ത ക്വസ്റ്റ്യൻ, സമീപം എന്നർത്ഥം വരുന്ന വാക്ക്. സമീപം എന്നർത്ഥം വരുന്ന വാക്ക്. ഓപ്ഷൻ എ നികടം, ഓപ്ഷൻ ബി നിഘടം, ഓപ്ഷൻ സി നികടം, ഓപ്ഷൻ ഡി നികടം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ നികടം എന്നുള്ളതാണ് സമീപം എന്നർത്ഥം വരുന്ന വാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പൂരണി തദ്ധിതത്തിൻ്റെ പ്രത്യേകം. ഓപ്ഷൻ എ അട്ടെ, ഓപ്ഷൻ ബി അണം, ഓപ്ഷൻ സി ആൻ, ഓപ്ഷൻ ഡി ആം. ഇതിൽ പൂരണി തദ്ധിതത്തിൻ്റെ പ്രത്യേകമായി വരുന്നത് ഓപ്ഷൻ ഡി ആം. അടുത്ത ക്വസ്റ്റ്യൻ, പുളിങ്കുരു പിരിച്ചെഴുതുമ്പോൾ. ഓപ്ഷൻ എ പുളിൻ പ്ലസ് കുരു, ഓപ്ഷൻ ബി പുളി പ്ലസ് കുരു, ഓപ്ഷൻ സി പുളിങ് പ്ലസ് കുരു, ഓപ്ഷൻ ഡി പുളിം പ്ലസ് കുരു. ഇതിൽ പുളിങ്കുരു പിരിച്ചെഴുതുമ്പോൾ വരുന്നത് ഓപ്ഷൻ ബി പുളി പ്ലസ് കുരു. പുളി പ്ലസ് കുരു. അടുത്ത ക്വസ്റ്റ്യൻ, ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിൻ്റെ പേര്. ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിൻ്റെ പേര്. ഓപ്ഷൻ എ കേരള സാഹിത്യ ചരിത്രം, ഓപ്ഷൻ ബി കേരള ഭാഷാ സാഹിത്യ ചരിത്രം, ഓപ്ഷൻ സി ഭാഷാ സാഹിത്യ ചരിത്രം, ഓപ്ഷൻ ഡി മലയാള സാഹിത്യ ചരിത്രം. ഇതിൽ ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രമാണ് ഓപ്ഷൻ എ കേരള സാഹിത്യ ചരിത്രം. കേരള സാഹിത്യ ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഈ നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻ എ VJ ജെയിംസ്, ഓപ്ഷൻ ബി അംബികാസുധൻ മങ്ങാട്, ഓപ്ഷൻ സി TD രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എഴുതിയിട്ടുള്ളത് TD രാമകൃഷ്ണൻ. ഓപ്ഷൻ സി TD രാമകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ രൂപം എഴുതുക. അസന്നിഗ്ധം എന്നുള്ള വാക്ക് പല രീതിയിലാണ് 4 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ അസന്നിഗ്ധം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലയിട്ടു ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഇലയിട്ടു ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ അനാവശ്യമായിട്ടുള്ളത്, ഓപ്ഷൻ ബി തോറ്റതായി സമ്മതിക്കുക, ഓപ്ഷൻ സി അതിയായ കഷ്ടപ്പാട്, ഓപ്ഷൻ ഡി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇലയിട്ടു ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഓപ്ഷൻ ഡി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമമാണ്. ഓപ്ഷൻ എ സർവനാമം, ഓപ്ഷൻ ബി മേയനാമം, ഓപ്ഷൻ സി സാമാന്യനാമം, ഓപ്ഷൻ ഡി ക്രിയാനാമം. ഇതിൽ ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമമാണ് മേയനാമം. ഓപ്ഷൻ ബി മേയനാമം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്കുദാഹരണമായി വരുന്നത്. ആഗമസന്ധിക്കുദാഹരണമായി വരുന്നത്. ഓപ്ഷൻ എ കാടെരിഞ്ഞു, ഓപ്ഷൻ ബി നെന്മണി, ഓപ്ഷൻ സി പച്ചത്തത്ത, ഓപ്ഷൻ ഡി തിരുവോണം. അപ്പോൾ ഇതിൽ തിരു പ്ലസ് ഓണം, അതിലേക്ക് വാ എന്നുള്ള ഒരു അക്ഷരം ആഗമിച്ചു അല്ലേ, വന്നു ചേർന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി തിരുവോണമാണ് ഇവിടെ ആഗമസന്ധിക്കുദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം. അപ്പോൾ അംഗവൈകല്യം എന്നുള്ള ഒരു പദം പല രീതിയിലാണ് ഇവിടെ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ പദം വരുന്നത് ഓപ്ഷൻ എ അംഗവൈകല്യം. അടുത്ത ക്വസ്റ്റ്യൻ, അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഓപ്ഷൻ എ ആദി തന്നെ വ്യാധി, ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത്,
ഓപ്ഷൻ സി അത്താഴം അരവയർ. ഓപ്ഷൻ ഡി ഐക്യമത്യം മഹാബലം. അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി സമാനമായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത്. ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കാരവം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം. കാരവം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം. ഓപ്ഷൻ എ വീണ. ഓപ്ഷൻ ബി മണ്ണ്. ഓപ്ഷൻ സി കാരക്ക. ഓപ്ഷൻ ഡി കാക്ക. കാരവം എന്ന് പറഞ്ഞാൽ കാക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഓപ്ഷൻ എ വി വി അയ്യപ്പൻ. ഓപ്ഷൻ ബി വി അയ്യപ്പൻ. ഓപ്ഷൻ സി ഗോവിന്ദ പിഷാരടി. ഓപ്ഷൻ ഡി ജോർജ് വർഗീസ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ വി വി അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രം? ഓപ്ഷൻ എ എം മുകുന്ദൻ. ഓപ്ഷൻ ബി സക്കറിയ. ഓപ്ഷൻ സി ബെന്യാമിൻ. ഓപ്ഷൻ ഡി എസ് കെ പൊറ്റക്കാട്. അപ്പോൾ പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ്, ഓപ്ഷൻ സി ബെന്യാമിൻ്റെ കഥാപാത്രമാണ് ആടുജീവിതം. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ വയലാർ അവാർഡിന് അർഹത നേടിയത്. ആദ്യ വയലാർ അവാർഡിന് അർഹത നേടിയത് ഓപ്ഷൻ എ ബാലാമണി അമ്മ. ഓപ്ഷൻ ബി സുഗതകുമാരി. ഓപ്ഷൻ സി കമല സുരയ്യ. ഓപ്ഷൻ ഡി ലളിതാംബിക അന്തർജനം. അപ്പോൾ ഓപ്ഷൻ ഡി ലളിതാംബിക അന്തർജനമാണ് ആദ്യ വയലാർ അവാർഡിന് അർഹത നേടിയത്. ലളിതാംബിക അന്തർജനം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോക്കൺ സ്ട്രൈക്ക് എന്താണ്? ടോക്കൺ സ്ട്രൈക്ക്. ഓപ്ഷൻ എ സൂചന പണിമുടക്ക്. ഓപ്ഷൻ ബി പണിമുടക്കി കാത്തിരിപ്പ്. ഓപ്ഷൻ സി രാപ്പകൽ സമരം. ഓപ്ഷൻ ഡി ഊഴമനുസരിച്ചുള്ള സമരം. ടോക്കൺ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ സൂചന പണിമുടക്ക്. ഓപ്ഷൻ എ സൂചന പണിമുടക്ക്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കുറച്ചധികം ക്വസ്റ്റ്യൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.